ഹായ്, ഞാൻ ആര്യ. എൻ്റെ ഡോക്ടർ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മാം, എന്താണ് ഈ PCOD അല്ലെങ്കിൽ PCOS? ആദ്യകാലങ്ങളിൽ ഇത് അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ എല്ലാവരും അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. PCOS എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെയാണ് നമ്മൾ സിൻഡ്രോം എന്ന് പറയുക. ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് എന്ന് പറയാൻ കാരണം ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് PCOS. അതായത് ഇപ്പോൾ ഫേസിലുള്ള അമിതമായിട്ടുള്ള രോമവളർച്ച, നമ്മൾ ഹിർസ്യൂട്ടിസം എന്ന് പറയും. പിന്നെ ഓവറായിട്ട് വെയിറ്റ് കൂടുന്നത്, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്, ഒരു ഓവർ മന്ത്സ് കൊണ്ട്, ജസ്റ്റ് ഒരു 2-3 മന്ത്സ് കൊണ്ട് അല്ലെങ്കിൽ 4-5 മന്ത്സ് കൊണ്ടൊക്കെ പെട്ടെന്ന് ഒരുപാട് വെയിറ്റ് കൂടുന്ന ഒരവസ്ഥ. അതുപോലെ ഈ കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ, അത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും. അത് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു പാർട്ടായിട്ട് ബോഡി കാണിക്കുന്ന സിംറ്റംസ് ആണ്. അതുപോലെ ഈ മെയിൽ പാറ്റേൺ ബാൾഡ്നെസ് എന്ന് പറയും. മുടി കൊഴിയുക, മുടി കയറുക, അതായത് നെറ്റിന്ന് കുറച്ച് കയറി നിൽക്കുന്ന അവസ്ഥ, മെയിൽ പാറ്റേണിലുള്ള ഒരു ബാൾഡ്നെസ് സ്ത്രീകൾക്ക് വരിക. അതുപോലെ എക്സസ് ആയിട്ടുള്ള ഹെയർ ലോസ് വരിക. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഉണ്ടാവുമ്പോൾ നമ്മളതിനെ PCOS എന്ന് പറയും. പ്ലസ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഓവറിയിൽ കുമിളകൾ കാണും, അതായത് പോളിസിസ്റ്റ്, മൾട്ടിപ്പിൾ സിസ്റ്റിക്, ചെറിയ സിസ്റ്റിക് അപ്പിയറൻസ് ആയിട്ട് കാണാൻ പറ്റും ഓവറിയിൽ. അപ്പോൾ ഇത്തരം എല്ലാ സിംറ്റംസ് പ്ലസ് ഈ PCO അപ്പിയറൻസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ PCOS എന്ന് പറയും. ഇതിൻ്റെ പേര് നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, മുന്നേ നമ്മൾ ഈ ഒരു ഓവറിയിൽ ഉള്ള സിസ്റ്റിക് അപ്പിയറൻസ് വരാനുള്ള റീസൺസിനെ കുറിച്ച് ഒരുപാട് കൺസേൺഡ് ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ PCO ഉള്ള ആൾക്കാർക്ക് അത് വരാനുള്ള റീസൺ ആക്ച്വലി മൾട്ടിപ്പിൾ എൻഡോക്രൈൻ അല്ലെങ്കിൽ മെറ്റബോളിക് ഫാക്ടേഴ്സ് അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പേര് ഇപ്പോൾ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം, ഒവേരിയൻ സിൻഡ്രോം എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ദ മാനേജ്മെൻറ്റ് വൈസും നമുക്കതിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്.